വയനാട്ടിലേക്കുള്ള ദേശീയപാതയിൽ ഈങ്ങാപ്പുഴ മുങ്ങി. താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. തോരാതെ മഴ പെയ്യുകയാണ്. സർവ്വയിടത്തും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഈങ്ങാപ്പുഴ അങ്ങാടിയിൽ ഏകദേശം ഒരാളുടെ പകുതിയോളം അത്രയും വെള്ളം റോഡിൽ ദേശീയപാതയിൽ ഉണ്ട് എന്നതാണ് അവസ്ഥ. ഗതാഗതം പൂർണ്ണമായും തന്നെ നിലച്ചു നിൽക്കുകയാണ്. ഇരുഭാഗത്തും പോലീസുകാർ നിന്ന് ആണ് കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. വെള്ളം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സാധാരണ മഴ ശക്തിയായി വെള്ളം കയറുന്ന വെള്ളക്കെട്ട് ഉണ്ടാകുന്നൊരു മേഖല തന്നെയാണ്. പക്ഷേ ഇത്തവണ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ വെള്ളം വലിയ അളവിൽ കയറി എന്നത് ആണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏതായാലും ഇതുവഴിയുള്ള ദേശീയപാതയാണ്, ഗതാഗതം പൂർണ്ണമായും തന്നെ നിലച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ താമരശ്ശേരി ചുരം വഴി ഉള്ള അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പ് ഇരു ജില്ലകളിൽ നിന്ന്, കോഴിക്കോട് വയനാട് ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ, ദുരന്ത നിവാരണ അതോറിറ്റികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപകട സാധ്യത, മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. നല്ല സ്ട്രോങ്ങുള്ള മഴയാണ്, വെള്ളക്കെട്ടാണ്, യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, എല്ലാം സ്തംഭിച്ച് നിൽക്കുകയാണ് ഇവിടെ. ഞാൻ ഇവിടെ ചോദിച്ചു, മറ്റുള്ളവർ പറഞ്ഞത് 18-ലെ പ്രളയത്തിന് സമ്മാനം എന്നാണ്. അതാണോ? ശേഷം ഇന്നാണിപ്പോൾ ഏറ്റവും ഇങ്ങനെ കാണാൻ കഴിയുന്നത്. സാധാരണ ഇവിടെ കൊടുവള്ളി, വാവാട്, താഴെപ്പട്ടണത്തെ സാധനം വെള്ളം കയറാറ്. അപ്പോൾ ഇത്തവണയും കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് അങ്ങോട്ടൊന്ന് പോയി നോക്കണം. ചേട്ടാ, ഈ കടകളുടെയൊക്കെ അവസ്ഥ എന്താണ്? സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ? രാവിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വന്നിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നഷ്ടങ്ങളുണ്ട്, ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. 2018 സമാനമായ ഒരു വെള്ളമാണ് കയറിയിരിക്കുന്നത്. അതിലും 2-ലെ പ്രളയം അതിന് സമാനമാണ്. അതിന് സമാനമാണ്. കാരണം അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു. റോഡ് ഇപ്പോൾ ഇത്രയും ഇവിടുന്ന് അവിടം വരെ റോഡ് ഉയർത്തി പൊക്കി ഈ കാണുന്ന വീട്, ഈ കടകളെല്ലാം റോഡിന് താഴെ പോയി. പക്ഷേ അതിന് ആ റോഡ് ഉയർത്തതിനകത്തുള്ളൊരു ഫലം ഇവിടെ കണ്ടിട്ടില്ല ഇത്രയുമായിട്ട്. അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമാണ് ബസ് സ്റ്റാൻഡിലേക്ക്. കാരണം പുഴയിൽ നിന്ന് വെള്ളം അമിതമായി കരയിലോട്ട് ഒഴുകുന്നുണ്ട്. കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറിക്കൊണ്ടേയിരിക്കുക കൂടിയാണ്. ഇരുഭാഗത്തേക്കും പോകാൻ കഴിയാത്ത വിധത്തിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ മാത്രമല്ല, മലയോര മേഖലയിൽ ഈ താഴ്ന്ന ഈങ്ങാപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇതിനടുത്തുള്ള ഒരുപാട് വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലും ഒക്കെ തന്നെ വെള്ളക്കെട്ട് കാര്യമായി തന്നെ ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. മഴ പക്ഷേ തോർന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. രാത്രിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഒരു സെക്കൻഡ് പോലും തോരാത്ത രീതിയിലാണ് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത്.